സ്വീകരിക്കില്ല. യൂട്യൂബറുടെ ന്യായീകരണത്തിന് കടുത്ത മറുപടിയുമായി ഗൗരി ജി കിഷാൻ. നമസ്കാരം. സിനിമാ ലോകത്തെയും ലോകമെമ്പാടുമുള്ള യുവ സ്ത്രീകളെയും സമൂഹ മാധ്യമങ്ങളിലൂടെ നടുക്കിയ ഒരു വിവാദത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒരു സിനിമാ പ്രൊമോഷൻ വേദിയിൽ ക്യാമറകൾ, മാധ്യമങ്ങൾ, ആരാധകർ എന്നിങ്ങനെ എല്ലാവരും നിറഞ്ഞ നിമിഷം അവിടെ ഒരു നടിയോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യം, അതിന് നൽകിയ മറുപടി, പിന്നീടുണ്ടായ പ്രസ്താവനകൾ എല്ലാം കൂടി ഇന്ന് വലിയ ചർച്ചയായിരിക്കുകയാണ്. അതെ, നമ്മൾ സംസാരിക്കുന്നത് നടി ഗൗരി ജി കിഷാനെയും യൂട്യൂബർ RS കാർത്തികിനെയും കുറിച്ചാണ്. പ്രകടനപരമായ പശ്ചാത്താപം സ്വീകരിക്കില്ല. ബോഡി ഷേമിങ്ങിനെ കുറിച്ചുള്ള RS കാർത്തികിന്റെ ന്യായീകരണം അംഗീകരിക്കാൻ നടി ഗൗരി വിസമ്മതിച്ചു. ഗൗരി തന്റെ അതേഴ്സ് എന്ന സിനിമയുടെ പ്രചാരണ പരിപാടിയിൽ പത്രസമ്മേളനത്തിലായിരുന്നു. യൂട്യൂബർ RS കാർത്തികിന്റെ ക്ഷമാപണം നടി ഗൗരി ജി കിഷാൻ ശക്തമായി നിരസിച്ചു. അത് പ്രകടനാത്മകം എന്നും പൊള്ളയായ വാക്കുകൾ എന്നും വിളിച്ചു. അടുത്തിടെയുണ്ടായ ബോഡി ഷേമിംഗ് വിവാദം ശ്രദ്ധാകേന്ദ്രമായ സ്ത്രീകളെ അവരുടെ രൂപത്തെ നോക്കി വിലയിരുത്തുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രധാന ചർച്ചയ്ക്ക് തുടക്കമിട്ടിട്ടുണ്ടെന്നാണ് നടി ഗൗരി കിഷാൻ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. ഒരു പത്രസമ്മേളനത്തിനിടെ തന്റെ ഭാരത്തെക്കുറിച്ച് ലൈംഗികാതിക്രമം ഉന്നയിച്ച് ഒരു പത്രപ്രവർത്തകനെ നേരിട്ടതിന് വ്യാപകമായ പ്രശംസ നേടിയതിന് ഒരു ദിവസം കഴിഞ്ഞ് നടി ഗൗരി കിഷാൻ ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കി. അതിന്റെ തമാശയായി ബോഡി ഷേമിംഗ് സാധാരണമാക്കുന്നതിനെ അവർ വിമർശിച്ചു. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സൂക്ഷ്മ പരിശോധന എന്റെ തൊഴിലിന്റെ ഭാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും ആ വ്യക്തിയുടെ ശരീരത്തെക്കുറിച്ചോ രൂപത്തെക്കുറിച്ചോ ഉള്ള അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ നേരിട്ടോ അല്ലാതെയോ ഏത് സാഹചര്യത്തിലും അനുചിതമാണ്. സിനിമയെക്കുറിച്ച്, ഞാൻ അവിടെ ഉണ്ടായിരുന്ന ജോലിയെക്കുറിച്ച് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ പറഞ്ഞു. ഒരു സിനിമാ പ്രൊമോഷൻ പരിപാടിക്കിടെ നടത്തിയ ബോഡി ഷേമിംഗ് പരാമർശത്തെ ചൊല്ലി അടുത്തിടെയുണ്ടായ വിവാദത്തെ തുടർന്ന് ഉത്തരവാദിത്തമില്ലാതെ നടത്തുന്ന ക്ഷമാപണം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നടി പറഞ്ഞു. ഒരു പുരുഷ നടനോട് ഇതേ സ്വരത്തിൽ ഇതേ ചോദ്യം ചോദിക്കുമോ എന്ന് എനിക്ക് സംശയിക്കാതിരിക്കാൻ കഴിയില്ല. വിഷമകരമായ സാഹചര്യത്തിൽ എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞതിൽ ഞാൻ നന്ദിയുള്ളവളാണ്. അത് എനിക്ക് മാത്രമല്ല, ഇതേ അവസ്ഥ നേരിട്ട ആർക്കും പ്രധാനമായിരുന്നു, ഗൗരി കൂട്ടിച്ചേർത്തു. വീഡിയോയിൽ പകർത്തി ഓൺലൈനിൽ വ്യാപകമായി പ്രചരിച്ച ഈ സംഭവത്തിൽ ഗൗരി അനുചിത ചോദ്യം നിരസിക്കുന്നതായി കാണിക്കുന്നു. സഹനടൻ ആദിത്യ മാധവിനോട് ഭാരം ചൂണ്ടിക്കാട്ടി ഒരു രംഗത്തിനിടെ അവളെ ഉയർത്താൻ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചപ്പോഴാണ് വിവാദം ആരംഭിച്ചത്. ഗൗരി ഇടപെട്ട് തമിഴിൽ പറഞ്ഞു, എന്റെ ഭാരം നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു? അത് സിനിമയ്ക്ക് എങ്ങനെ പ്രസക്തമാണ്? എന്റെ ഭാരം എന്റെ ഇഷ്ടമാണ്, അത് എന്റെ കഴിവിനെ നിർവചിക്കുന്നില്ല. ബോഡി ഷേമിങ്ങിനെ കുറിച്ച് ഗൗരി പറയുന്നത് ഇത് പുതിയതല്ല, പക്ഷെ ഇപ്പോഴും വ്യാപകമാണ്. ബോഡി ഷേമിങ്ങിനെ തമാശയായി സാധാരണവൽക്കരിക്കുകയും യാഥാർത്ഥ്യ ബോധമല്ലാതെ സൗന്ദര്യ മാനദണ്ഡങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ തോന്നിയിട്ടുള്ള ഏതൊരാൾക്കും നമുക്ക് തുറന്നു പറയാൻ അനുവാദമുണ്ടെന്ന് ഇത് ഓർമ്മിപ്പിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു പോസ്റ്ററിൽ യൂട്യൂബറുടെ ന്യായീകരണത്തിൽ ഗൗരി നിരാശ പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ക്ഷമാപണം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. ഉത്തരവാദിത്തമില്ലാത്ത ക്ഷമാപണം ഒരു ക്ഷമാപണമല്ല. പ്രത്യേകിച്ചും അവൾ ചോദ്യം തെറ്റിദ്ധരിച്ചു. അതൊരു രസകരമായ ചോദ്യമായിരുന്നു, അല്ലെങ്കിൽ അതിലും മോശമായി ഞാൻ ആരെയും ശരീരത്തെ അപമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അത് അവഗണിക്കുമ്പോൾ ഞാൻ വ്യക്തമായി പറയട്ടെ, പ്രകടനപരമായ പശ്ചാത്താപമോ പൊള്ളയായ വാക്കുകളോ ഞാൻ സ്വീകരിക്കില്ല. കൂടുതൽ നന്നായി ചെയ്യുക, RS കാർത്തിക് അവർ എഴുതി. RS കാർത്തിക് ക്ഷമാപണം നടത്തി ഒരു വീഡിയോ പുറത്തിറക്കിയതിന് പിന്നാലെയാണ് അവരുടെ പ്രതികരണം. തന്റെ ചോദ്യം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നും നടിയുടെ ശരീരത്തെ അപമാനിക്കുവാൻ താൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതേ വീഡിയോയിൽ തന്നെ അതൊരു നിസ്സാരമായ ചോദ്യമാണെന്നും ഗൗരിക്ക് വേദന തോന്നിയാൽ മാത്രമേ ഞാൻ അതിൽ ഖേദിക്കുന്നുള്ളൂവെന്നും അദ്ദേഹം വാദിച്ചു. മാപ്പ് പറഞ്ഞതിനെ അമ്മ പ്രസിഡന്റും വിമർശിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് സിനിമാ രംഗത്തെ നിരവധി അംഗങ്ങൾ ഗൗരിക്ക് പിന്തുണ അറിയിച്ചു. ഈ വിഷയത്തിൽ ചെന്നൈ പ്രസ് ക്ലബ്, മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ദക്ഷിണേന്ത്യൻ നടികർ സംഘം എന്നിവരോടും താരം നന്ദി പറഞ്ഞു. ഗൗരിക്ക് പിന്തുണയുമായി എത്തിയ സിനിമാ മേഖലയിൽ പ്രമുഖരിൽ സംവിധായകൻ രഞ്ജിത്ത്, നടൻ കെവിൻ, പിന്നണി ഗായിക ചിന്മയി, മുതിർന്ന നടിയും രാഷ്ട്രീയക്കാരിയുമായ ഖുശ്ബു സുന്ദർ എന്നിവരും ഉൾപ്പെടുന്നു. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ കാർത്തികിന്റെ പ്രതികരണത്തെ അപലപിച്ചു. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒരു ക്ഷമാപണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ ശരീരഭാഷ മറിച്ചാണ് പറഞ്ഞത് എന്ന് അവർ പറഞ്ഞു. മാധ്യമ ഇടപെടലുകൾക്കിടയിൽ കലാകാരന്മാരോട് കൂടുതൽ ബഹുമാനം പുലർത്തേണ്ടതിന്റെ ആവശ്യകത ഇത്തരം സംഭവങ്ങൾ എടുത്തു കാണിക്കുന്നുവെന്നും അവർ ഊന്നി പറഞ്ഞു. അതേഴ്സ് എന്ന തമിഴ് ചിത്രത്തിന്റെ പ്രദർശനത്തിന് മുന്നോടിയായാണ് ചെന്നൈയിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിനിടെയാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്.
96 എന്ന ചിത്രത്തിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്നു വന്ന ഗൗരി കിഷാനോട് തുടർന്ന് നിരവധി തമിഴ് മലയാളം ചിത്രങ്ങളിൽ അഭിനയിച്ച നടിയോട് യൂട്യൂബർ ശരീരഭാരത്തെ കുറിച്ച് അനുചിതമായ ഒരു ചോദ്യം ചോദിച്ചതായി റിപ്പോർട്ടുണ്ട്. നടി ശാന്തതയോടെ സാഹചര്യം കൈകാര്യം ചെയ്തു. പക്ഷേ അത്തരം ചോദ്യങ്ങൾ അനാധാരവും അപ്രസക്തവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അഭിപ്രായത്തെ ശക്തമായി വിമർശിച്ചു. സിനിമയുടെ പ്രമേയവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കാർത്തിക് തന്റെ ചോദ്യത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ഗൗരി അദ്ദേഹത്തെ ബോഡി ഷേമിങ്ങിനും സെൻസിറ്റിവിറ്റി ഇല്ലായ്മയ്ക്കും പരസ്യമായി വിമർശിച്ചു. ഗൗരിയോട് യൂട്യൂബർ കാർത്തിക്കിന്റെ പ്രതികരണം: തുടക്കത്തിൽ RS കാർത്തിക് ക്ഷമാപണം നടത്താൻ വിസമ്മതിച്ചു. വിവാദം സിനിമ പ്രമോഷനായി സൃഷ്ടിച്ച അനാവശ്യ നാടകമാണെന്ന് അദ്ദേഹം തള്ളിക്കളഞ്ഞു. എന്നിരുന്നാലും സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും സഹകലാകാരന്മാരും ഗൗരിയെ പിന്തുണച്ചതോടെ യൂട്യൂബർ ക്ഷമാപണ വീഡിയോ പുറത്തിറക്കി. തമാശയായിരുന്നു ചോദ്യമെന്ന അദ്ദേഹത്തിന്റെ വിശദീകരണം ആത്മാർത്ഥതയില്ലായ്മയ്ക്ക് വ്യാപകമായി വിമർശിക്കപ്പെട്ടു. തമിഴ് മലയാളം സിനിമാ മേഖലകൾ ഉടനീളമുള്ള ആരാധകരും സെലിബ്രിറ്റികളും ഗൗരി ജെ കിഷാന് പിന്തുണ അറിയിച്ചു. മാധ്യമങ്ങളിൽ കാഷ്വൽ ബോഡി ഷേമിങ്ങിനെതിരെ സംസാരിച്ചതിന് അവരെ പ്രശംസിച്ചു. ഈ സംഭവം ശരീരത്തെ അപമാനിക്കുന്ന സംസ്കാരത്തിന്റെ ഒരു സവിശേഷ ഉദാഹരണം ആണെന്ന് പറയാം. സാധാരണയായി സിനിമാ മാധ്യമ രംഗത്തിലാണ് ശരീരത്തെ കുറിച്ചുള്ള ആശയങ്ങൾ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു സ്ത്രീ നടിക്ക് ഒരു പ്രൊഫഷണൽ റൂമിൽ വർഗീയ അല്ലെങ്കിൽ ലിംഗബന്ധിതമായ ശരീരം സംബന്ധിച്ച് ചോദ്യം ഉണ്ടാകുന്നത് അത് വ്യക്തിയുടെ കഴിവിനെയോ അഭിനയത്തെയോ ബാധിക്കുന്നതല്ല. മനുഷ്യന്റെ ശരീരം അവന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. എന്നാൽ ആ ശരീരത്തിന്റെ രൂപം, നിറം, ഭാരം, ഉയരം മുതലായ ശാരീരിക ഘടകങ്ങളെ അടിസ്ഥാനമാക്കി മറ്റൊരാളെ പരിഹസിക്കുന്നതും നിന്ദിക്കുന്നതുമാണ് ശരീരത്തെ അപമാനിക്കൽ അല്ലെങ്കിൽ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത്. ഇതൊരു വ്യക്തിയുടെ ആത്മവിശ്വാസം തകർക്കുന്ന സാമൂഹിക പ്രശ്നമായി ഇന്നത്തെ ലോകത്ത് വ്യാപകമായി കണക്കാക്കപ്പെടുന്നു. ഭാരതത്തെ അടിസ്ഥാനമാക്കി നിറം അല്ലെങ്കിൽ വംശം, ലിംഗബന്ധിത പരിഹാസങ്ങൾ, വൈകല്യമുള്ളവരെ പരിഹസിക്കൽ, സോഷ്യൽ മീഡിയയിലെ ആദർശ ശരീരം എന്നിവയെല്ലാം തന്നെ ഇത്തരത്തിൽ ശരീരത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇത് പ്രധാനമായും മാനസികാരോഗ്യത്തിലെ പ്രതിഫലനം. ശരീരത്തെ അപമാനിക്കൽ വ്യക്തിയുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നു. ഡിപ്രഷൻ, ആങ്സൈറ്റി, ഈറ്റിംഗ് ഡിസോർഡേഴ്സ് തുടങ്ങിയവയ്ക്ക് കാരണമാകാം. യുവജനങ്ങളിൽ ആത്മഹത്യ ചിന്തകൾ വരെ ഇതിൽ നിന്ന് വളരാം. പരസ്യങ്ങൾ, സിനിമകൾ, ഫാഷൻ, വ്യവസായം തുടങ്ങിയവ തികഞ്ഞ ശരീരം എന്ന ആശയം വളർത്തിയിരിക്കുന്നു. ഈ അയാഥാർത്ഥ്യമായ സുന്ദരതാ മാതൃകകൾ കാരണം സമൂഹം ശരീരത്തെ വിലയിരുത്തുന്നത് സ്വഭാവം വളർത്തുന്നു. ലിംഗസമത്വവുമായി ബന്ധിപ്പിക്കുമ്പോൾ സ്ത്രീകൾക്കെതിരെ ശരീരത്തെ അപമാനിക്കുന്നത് കൂടുതലായി കാണപ്പെടുന്നുവെങ്കിലും പുരുഷന്മാർക്കും ഇതിൽ നിന്ന് ഒഴിവില്ല. ട്രാൻസ്ജെൻഡേഴ്സ്, LGBTQ+ സമൂഹം മുതലായവർക്കെതിരെ ശരീരത്തെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം കടുത്തതാണ്. പല രാജ്യങ്ങളിലും സൈബർ ബുള്ളിങ്ങിനും ശരീരത്തെ അപമാനിക്കുന്ന ഓൺലൈൻ അഭിപ്രായങ്ങൾക്കും എതിരെ നിയമപരമായ നടപടിയുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും ബോഡി ഷേമിംഗ് വിരുദ്ധ അവബോധ പരിപാടികൾ ആവശ്യമാണ്. മീഡിയയും പരസ്യ മേഖലയും യാഥാർത്ഥ്യ രൂപങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. സ്വയം അംഗീകരിക്കുക. ശരീരത്തിന്റെ രൂപം എങ്ങനെയായാലും അത് നമ്മുടെ ഭാഗമാണെന്ന് അംഗീകരിക്കുക. ബോഡി പോസിറ്റിവിറ്റി പ്രസ്ഥാനങ്ങൾ എല്ലാം ശരീരങ്ങളെയും സുന്ദരമെന്ന് കാണുന്ന ആശയം പ്രചരിപ്പിക്കുക. മാനസികാരോഗ്യ സഹായം തേടുക. വിഷാദമോ ആത്മവിശ്വാസക്കുറവോ അനുഭവപ്പെടുന്നവർ കൗൺസിലിംഗ് സ്വീകരിക്കുക. സാമൂഹിക ഉത്തരവാദിത്വം. മറ്റൊരാളുടെ ശരീരത്തെ പരിഹസിക്കുന്ന ഭാഷ ഒഴിവാക്കുക. മാധ്യമ ബോധവൽക്കരണം. യുവാക്കളെ എല്ലാ ചിന്തകളിലും യാഥാർത്ഥ്യത എന്നത് പഠിപ്പിക്കുക എന്നിവ പ്രതിരോധിക്കുന്നതിനുള്ള കാരണമാണ്. ശരീരത്തെ അപമാനിക്കൽ ഒരു വ്യക്തിഗത പ്രശ്നമല്ല, അതൊരു സാമൂഹിക രോഗമാണെന്ന് തിരിച്ചറിയണം. ശരീരഭാവം ഒരു മനുഷ്യന്റെ മൂല്യത്തെയോ കഴിവുകളെയോ നിർണയിക്കുന്നതല്ല. സമൂഹം ശരീരത്തെ വിലയിരുത്തുന്നതിന് പകരം മനുഷ്യനെ അംഗീകരിക്കുന്നതിലേക്കാണ് നീങ്ങേണ്ടത്. എല്ലാ ശരീരങ്ങളും നല്ലതും പ്രിയങ്കരവുമാണ്. ഈ ബോധം വളർത്തുക മാത്രമാണ് ശരീരത്തെ അപമാനിക്കുന്ന സംസ്കാരത്തിനെതിരായ യഥാർത്ഥ മറുപടി. ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. നന്ദി, നമസ്കാരം.